ഇന്നൊരു ഹോസ്പിറ്റൽ വീഡിയോ ആണ്. ഞങ്ങൾ കുട്ടികളുടെ ഹോസ്പിറ്റൽ ICH അവിടെ പോവാണ് കോട്ടയത്ത്. അങ്ങോട്ട് പോകുന്ന ഒരു വ്ളോഗാണ് ഇന്നത്തേത്. ഇപ്പൊ ഞങ്ങളിത് ചേർത്തല എത്താനായി. ഇനി ഒന്ന് ഇടക്ക് പമ്പിൽ കയറണം. ഇത് മനോരമ കവല എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടുന്ന് ഈ റൈറ്റിലേക്കുള്ള ചേർത്തല പ്രൈവറ്റ് സ്റ്റാൻഡിലേക്കുള്ള റൂട്ടാണത്. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് കോടതി, ചേർത്തല മജിസ്ട്രേറ്റ് കോടതിയാണ്. ഇത് കോടതി ജംഗ്ഷൻ. ഞങ്ങള് ബണ്ട് റോഡ് വഴിയാണ് കോട്ടയത്തേക്ക് പോകുന്നത്. ഈ റോഡ് നേരെ റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ബണ്ട് റോഡിലേക്കുള്ള റൂട്ടാകും. അത് ലെഫ്റ്റ് പോയാല് തവണക്കട. ഇനിയിപ്പോ നമുക്ക് പെട്രോൾ അടിക്കണം. ഇവിടെ ഒരു പമ്പ് ഉണ്ടായിരുന്നു, ഒരു റിലയൻസിന്റെ മറ്റൊരു പമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ആ പമ്പ് റിലയൻസിന്റെ പമ്പ് കൂട്ടിപ്പോയാ ഇനിയിപ്പോ ഇവിടെ പറ്റാനും ഉണ്ടോ? ഇനി അവിടെ വളവിനൊരു പമ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. മനോരമ കവലയിൽ അടിച്ചാ മതിയായിരുന്നു. എന്നിട്ട് പോണ വഴിക്ക് വരെ പമ്പുണ്ടാവും. ഇതൊക്കെ KTDCയുടെ റിസോർട്ടാണ്. ഇതാണ് ഇപ്പൊ നമ്മളിത് കയറാൻ പോകുന്നത് ബണ്ടിലേക്കാണ്. ഈ ബണ്ടിന്റെ ഇപ്പുറം ആലപ്പുഴയും ബണ്ടിന്റെ അപ്പുറത്ത് കോട്ടയം ജില്ലയുമാണ്. അപ്പൊ നമ്മള് ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ ഈ ബണ്ട് കയറി അപ്പുറം അവിടെ കാണുന്നത് പാതിരാമണിലാണ്. പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമെന്നറിയാം. അറ്റത്ത് ഒരു ദ്വീപ് പോലെ കാണുന്നുണ്ട്. അത് പാതിരാമണി ദ്വീപാണ്. പാതിരാമണി ഹൗസ് ബോട്ടൊക്കെ കാണേണ്ടതാണ്. പക്ഷെ ഒന്നും കാണുന്നില്ല. ഹൗസ് ബോട്ടും മറ്റേ നമ്മുടെ കേരള വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ സർവീസ് തന്നെ ബോട്ടൊക്കെ ഉണ്ടാവും. പിന്നെ ഇതുവഴി കുറവാണ്. വല്ലപ്പോഴും പുതിയ പാലം. ഇത് പുതിയ പാലല്ലേ? ആളുകൾ അവിടെ നിന്ന് ചൂണ്ടൊക്കെ ഉണ്ട്. വലയുണ്ട്, വല ചീന വല. പക്ഷെ അതൊക്കെ മൊത്തം നശിഞ്ഞിരിക്കുകയാണ്. ആ കാണുന്ന ദ്വീപ് ഇപ്പൊ ഇച്ചിരി വ്യക്തമായിട്ട് കാണാൻ പറ്റുമായിരിക്കും. ചെറുതായിട്ടേ കാണാൻ പറ്റുള്ളൂ. അതാണ് പാതയാണ്. വണ്ടിയുടെ പുതിയ പാലാണ്. നേരത്തെ ഒരു വളഞ്ഞു വരണായിരുന്നു. ഇതിപ്പോ നേരെ മറ്റേ പഴയ പാലത്തിൽ നിന്ന് നേരെ തന്നെ ഇങ്ങോട്ട് പുതിയ പാലവും വേണം. ഇത് വേമ്പനാട്ട് കായലാണ്. വേമ്പനാട്ട് കായലിൽ കൂടെയുള്ള ബണ്ടാണ്. നേരത്തെ ഇത് ഇവിടുന്ന് ഈ റൈറ്റിലേക്ക് താഴത്തേക്ക് ഉണ്ട്. ആ വഴി അതുവഴി കറങ്ങി ഒരു ചെറിയ റോഡായിരുന്നു, ചിറ പോലെ ആയിരുന്നു. അത് ഈ പാലം വന്നു കഴിഞ്ഞപ്പോഴേക്കും അത് എടുത്ത് കളഞ്ഞു. അവിടെ ഒരു ടിപ്പറിന്റെ ഏരിയ ആണിത്. ഹൗസ് ബോട്ടിൽ അറ്റത്ത് കിടക്കണുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് ശരിക്കും മനസ്സിലാകത്തില്ല. ഹൗസ് ബോട്ടിൽ അറ്റത്തുണ്ടായിരുന്നു. നല്ല രസമുണ്ട് ഇതിനകത്ത് കൂടി. ആ മേഘം കണ്ട നല്ല രസമുണ്ട്. ഹൗസ് ബോട്ടിൽ അറ്റത്ത് കണ്ട ഒരു വെള്ളത്തിൽ കിടക്കണം നോക്കിയാ അറ്റത്ത് നോക്കിയാ കായലിന്റെ അറ്റത്ത് കണ്ട. ചിലപ്പോ നമ്മള് തിരിച്ചു വരുമ്പോഴേക്കും ഹൗസ് ബോട്ട് കൂടുതലുണ്ടാവും. ഇതുവരെ ഒരു അപ്പുറത്തേക്ക് പോകത്തില്ല. ഈ വണ്ടിന്റെ അപ്പുറത്തേക്ക് പോകത്തില്ല. പാലം ഇറങ്ങിക്കഴിഞ്ഞാൽ വെച്ചൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. വെച്ചൂർ പഞ്ചായത്ത്.
കോട്ടയം ജില്ലയിലേക്ക് കടന്നിപ്പോ ഓഫറിന്റെ സമയമാണ് രാവിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 9 മണിക്ക് മുന്നേ 8:30 മുന്നേ ടിപ്പർ. ഇന്ന് അവധി ശനിയാഴ്ചയാണ്. അല്ലാത്ത ദിവസങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിലെ ദിവസം 8:30 വരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടിപ്പറിന്റെ ഓടാൻ പറ്റത്തില്ല. 8:30 വരെ, പിന്നെ 8:30 തൊട്ട് 9:00 വരെ, മറ്റേ 9:00 10 മണി വരെ എന്തോ സ്കൂൾ ടൈം ആയതുകൊണ്ട് ടിപ്പറിന് ഓടാൻ പറ്റത്തില്ല. അപ്പൊ ആ സമയത്തിന് മുന്നേ എല്ലാവരും ഫസ്റ്റിൽ ഓടെ കൊണ്ട് ഇറക്കാൻ വേണ്ടി തിരക്കിലായിരിക്കും. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ 2 സൈഡിലും നിറയെ ഉണക്കച്ചെമ്മീനും മറ്റേ മുട്ട ഉണ്ടാവും, താറാമുട്ട. ഈ ഏരിയയിലൊക്കെ കൂടുതലും താറാവിന്റെ മുട്ട. അത് നമ്മളുടെ സ്ഥലത്തിനെക്കാട്ടിലും വില കുറവായിരിക്കും ഇവിടെ. താറാവിന്റെ കൃഷി, താറാവ് കൃഷി എന്ന താറാവ് വ്യവസായം എന്നുണ്ടെങ്കിൽ അത് കൂടുതലാണ് ഇവിടെ. കൂടുതലായിട്ടും ഈ കാണുന്ന ചെറിയ ചെറിയ ഇതെല്ലാം ഷെഡുകളെല്ലാം ഉണക്കച്ചെമ്മീനൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളാണ്. ഇപ്പൊ ഇല്ല, അതൊക്കെ എനിക്ക് തോന്നുന്നു ഉച്ച കഴിഞ്ഞും വൈകുന്നേരം. ചിലപ്പോ നമ്മള് തിരിച്ചു വരുന്ന സമയം ആകുമ്പോ ഉണ്ടാകുമായിരിക്കും. ഇവിടെ ഒരു പമ്പ് ഉണ്ടായിരുന്നു, ബിപിയുടെ പമ്പ്. ഇവിടം വരെ ഇത് ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് പോയാൽ കുമരകത്തേക്ക് പോവാം. നമുക്ക് കുമരകം വഴി കോട്ടയം പോവാം, ലെഫ്റ്റ് പോയാലും കോട്ടയം പോവാം. നമ്മളിപ്പോ ലെഫ്റ്റ് പോയിട്ടാണ് പോണത്. അവിടെ റൈറ്റ് പോകുമ്പോഴേക്ക് ഒരു പാലം പണി നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ ഇച്ചിരി റോഡൊക്കെ മോശമാണ്, താമസമൊക്കെ ആയിരിക്കും. റൈറ്റ് പോയാലാണ് നമ്മൾ കുമരകത്തേക്കൊക്കെ പോണത്. അതുവഴി കോട്ടയത്തേക്കല്ലേ പോകുന്നത്. ഇവിടെ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയപ്പോഴൊക്കെ കുമരകം ഇങ്ങോട്ടല്ലേ പോയാ കാലിവശത്തിന്റെ അമ്പലത്തിൽ പോകുമ്പോ അത് ഇവിടുത്തെ വഴിയൊന്നും അല്ല, അല്ലെങ്കിൽ കുമരകം വഴി പോകുന്നത്. അത് ഇങ്ങോട്ടൊന്നും വേണ്ട കാര്യമില്ല. അത് ആലപ്പുഴ നമ്മള് ഒരു പ്രാവശ്യം തിരിച്ചു വന്നായിരുന്നു അങ്ങനെ കൂടി. ലെഫ്റ്റ്, നമ്മളിപ്പോ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞത്. ഇതിപ്പോ വൈക്കം അമ്പലത്തിലേക്കൊക്കെ പോകുന്ന റൂട്ടാണ്. വൈക്കത്ത് അമ്പലത്തിൽ പോവാം, വൈക്കം അതുവഴി തലയോലപ്പുറം അങ്ങോട്ട് പോവാം, ഏറ്റുമാനൂർ പോവാം, എറണാകുളത്തേക്കൊക്കെ പോകണം ഇതുവഴിയാണ്. ഈ റൂട്ട് കല്ലറ വഴി, നമ്മളിപ്പോ പോകുന്നത് കല്ലറ വഴിയാണ്. കല്ലറ എന്നുള്ള സ്ഥലത്ത് ചെന്നിട്ട് അവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് നമ്മൾ കോട്ടയത്തേക്ക് പോകുന്നത്. ടിപ്പറാണ് മുഴുവൻ. രാവിലെ സമയത്താണ് വൈക്കം അമ്പലത്തിലേക്കൊക്കെ പോകുന്നത്, എറണാകുളത്തേക്കൊക്കെ പോകുന്ന റൂട്ട്. നമ്മളത് റൈറ്റ് പോവും. വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് ഇടയാഴം. ഈ പോകുന്ന ബസ് തിരുവല്ല ബസ്സാണിത്. കോട്ടയം തിരുവല്ലക്ക് പോകുന്ന ബസ്സാണ്. ചേർത്തലേന്ന് വരുന്നതാണെന്ന് തോന്നുന്നു. അമ്മായിയുടെ വീട്ടിലേക്ക് പോണ വഴിയാണ്. അമ്മായിയുടെ വീട്ടിലോട്ട് പോണ വഴി നല്ല രസമാണ്. ഇതുവഴി പോകുമ്പോഴേക്കും നല്ല പാടവും വയലുകൾ എല്ലാം നെല്ല് ആയി നിക്കാൻ പറ്റുന്നു. കൊയ്യാനൊന്നും ആയിട്ടൊന്നും ഇല്ല, നെല്ലിങ്ങനെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കതിരായിട്ട് നിൽക്കണം. പാടമൊക്കെ കൃഷിക്ക് വേണ്ടിട്ട് റെഡിയാക്കി വെച്ചിരിക്കുക. ഇപ്പൊ കല്ലറ ഗ്രാമപഞ്ചായത്തിലേക്ക് കേറിയിട്ടുണ്ട് നമ്മളിപ്പോ കല്ലറ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഒരു വലിയ പള്ളിയുണ്ട്, സെന്റ് തോമസ് നാനായ കത്തോലിക് ചർച്ച്, നാനായ സഭയുടെ. നമ്മളിത് ഇവിടുന്ന് റൈറ്റ് പോണ. ഇനി നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റുമാനല്ല, അങ്ങോട്ടായിരുന്നു. ആ സ്ഥലപ്പേര് മറന്നു. നമുക്ക് ഇവിടുന്ന് റൈറ്റ് പോകണം. റൈറ്റിലേക്കല്ലേ? നമ്മളിവിടുന്ന് റൈറ്റ്. ഇനി എത്ര സമയമുണ്ട് നമുക്ക്? അതിപ്പോ തിരക്കാണെങ്കിൽ സമയമൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. നോർമൽ ഓടാനാണെങ്കിൽ ഒരു 10-15-20 മിനിറ്റൊക്കെ മതിയാവും. പക്ഷെ ഇപ്പോഴത്തെ രാവിലത്തെ അവസ്ഥ ആയതുകൊണ്ട് ചിലപ്പോൾ വണ്ടി തിരക്കുണ്ടെങ്കിൽ താമസിക്കും. ഇന്ന് രാവിലെ തന്നെ എണീപ്പിച്ച കാരണം എന്താ, 2 പേരും ഉറങ്ങാനുള്ള, ഒരാൾ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലിരിക്കുകയാണ്.
ഇത്ര നേരം ഇവിടെ നടുക്ക് നിക്കായിരുന്നു കാഴ്ചയും കണ്ട്. ഇപ്പൊ ഇനി ഉറങ്ങാൻ വേണ്ടിട്ടാണ് ഈ പോയിരിക്കുന്നത്. കേശു ഇപ്പൊ ഉറങ്ങും. കേശു ഉറങ്ങാൻ വേണ്ടിട്ട് ചാരി ഇരിക്കും. ഇല്ലെങ്കി പിന്നെ കേശു ഇവിടെ തന്നെ നടുക്ക് നിക്കുള്ളു. കുഞ്ഞിന് വിശക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉറങ്ങിയേക്കണം. രാവിലെ കൊടുത്തിട്ട് ഒരു സാധനം കഴിച്ചിട്ട് പോലും ഇല്ല. ഇത് നല്ലൊരു വ്യൂ ആണിത്. മലരിക്കല് പോലെ നല്ല ചുവന്ന കളറും. ആശുപത്രി എത്തി. നമ്മളിപ്പോ ആശുപത്രിയുടെ ഗേറ്റ് കടന്ന് അകത്തോട്ട് പോവാണ്. മാപ്പ് ഇട്ടത് കാരണം പിന്നെ വീഡിയോ പിടിക്കാനായിട്ട് പറ്റിയില്ല. ഇവിടെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാം. ആശുപത്രി എത്തി കേട്ടോ. ഇതാണ് ആശുപത്രി. ഇല്ല, എന്റെ ബാബേനെ കുത്തിവെക്കാല. നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഡോക്ടറെ കാണിച്ചായിരുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിത് ഇവിടെ വെയിറ്റ് ചെയ്യണം. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തെടുത്ത് പോകണം. കേശു ഫ്രണ്ട് ആയിരുന്നു വേണോ നടക്കണം. ഇത് കുറേ ദൂരം അങ്ങോട്ട് നടന്നു ചെല്ലണം. ഓ, നമ്മളൊരു ഗുദാമിലാണ് വന്നിരിക്കുന്നത്. ദാഗുൽ തമ്മലയിലാണ്. താഴത്തേക്ക് ഇറങ്ങി നടന്നു വരുമ്പോഴേക്കും പരുവോ ഇതുവഴി ഇല്ല. അവിടെയാണ് വണ്ടിയൊക്കെ കിടക്കുന്നത്. വണ്ടി നമ്മുടെ വണ്ടിയില്ല, അവിടെ കിടപ്പുണ്ട്. നമ്മൾ പോയി വണ്ടി എടുക്കും. ഏതാണ് പൈസയോ? അത് ഇവിടെ പാർക്കിങ്ങിൻ്റെ പൈസ ഉണ്ട്. ഫീസ്, പാർക്കിംഗ് ഫീസ് ഉണ്ട്, കൊടുക്കണ്ടേ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേട്. എന്താണ് കുഞ്ഞിനെ കയ്യെ കുത്തി വെച്ചത്? കയ്യെ കുത്തി വെച്ചെന്ന് അല്ല, നമ്മളെ ആദ്യം വന്നിട്ട് ICH കാണിച്ചു, പിള്ളേരുടെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ കുഞ്ഞുണ്ണിയുടെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ എടുത്ത് കൊടുത്ത്. അത് കഴിഞ്ഞപ്പോൾ പല്ലിന്റെ ഇച്ചിരി പ്രശ്നമുള്ളതുകൊണ്ട് ഡെന്റൽ കോളേജിൽ കൂടെ കാണിക്കണം. അപ്പൊ അത് അങ്ങോട്ട് വന്നതാണ്. അപ്പൊ ഇവന്മാർക്ക് വിശന്നുകൊണ്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കൊണ്ടുവന്നു. രാവിലെ കഴിച്ചൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അത് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് ഇനിയിപ്പൊ ഞങ്ങളിത് അങ്ങോട്ട് പോയി കാണിക്കണം. അപ്പൊ കുഞ്ഞിന് ഭയങ്കര കരച്ചിലായിരുന്നു. കയ്യെ കുത്തി വെച്ചോണ്ട്. കുഞ്ഞിന്റെ ബ്ലഡ് ആരാ കൊണ്ടുപോയത്? കുഞ്ഞിന്റെ കയ്യെ കുത്തി വെച്ച് ആരാ കൊണ്ടുപോയത്? ഏത് ഡോക്ടറാണ്? ആരെ കൊണ്ടുപോയത്? ആരാണ്? കല്യാൺ കാട്ട് നീലി കുഞ്ഞിന് പറഞ്ഞ കല്യാൺ ചേച്ചി എന്നാ. അത് കേശവനെ അടിക്കണേ. ഇടിവെക്കാതാ അപ്പൊ പോവാൻ. മെഡിക്കൽ കോളേജിലെത്തി. അപ്പോൾ ഇവിടെ കാണിക്കാൻ വേണ്ടി ഓഫീസിലൊക്കെ എടുത്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. അവരകത്തേക്ക് വരുന്നതാണ്. കേശവൻ്റെ ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഡെന്റൽ മെഡിക്കൽ കോളേജിലെ പിള്ളേരുടെ ഡെന്റൽ സെക്ഷനിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതവിടെ പിള്ളേരുമായിട്ട് വരുന്നതുകൊണ്ട് ഇവർക്ക് കളിക്കാൻ വേണ്ടി ഒരു പ്ലേയിങ് ഏരിയയൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കളിക്കാൻ വേണ്ടി സ്ലൈഡും 1-2 ഐറ്റംസൊക്കെ ഉണ്ട്. കുഞ്ഞിനെയായിട്ട് അകത്തേക്ക് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇവിടെ പുറത്താണ് വന്നത്. അപ്പോൾ കേശവനെ വിളിച്ചിട്ട് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് കയറുന്ന പറഞ്ഞാൽ എന്നെ കൊണ്ടുപോയി. ഞാനിവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വേറെ 2 പിള്ളേരുണ്ട്. അപ്പോൾ അവർ ഓരോ സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഫിഷ് ടാങ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴേക്ക് ഒന്ന് എടുക്കാൻ കരുതിയാണ്. കുറേ ഫിഷ്, ചെറിയ ഫിഷ്. ഇതപ്പോഴേക്കും കുഞ്ഞിനെ അവിടെ ഡോക്ടർ നോക്കുന്നുണ്ട്. കുഞ്ഞിനെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡോക്ടറും കണ്ടെന്ന് തോന്നുന്നു. ഞാൻ വീഡിയോ എടുക്കുന്ന ഡോക്ടറും നോക്കുന്നുണ്ടായിരുന്നുണ്ട്. ഞങ്ങളിത് തിരിച്ച് വീട്ടിലോട്ട് പോന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാളിത് വീണ്ടും അങ്ങോട്ട് പോയപ്പോ ഉറങ്ങി. ഇതേ തിരിച്ചു വരുമ്പോഴും നല്ല ഉറക്കത്തിലാണ്. കേശുക്കുട്ടൻ എന്തെടുക്കേ? കേശു എന്തെടുക്കേ? ഇപ്പൊ ഇവിടെ എത്തി. കല്ലറാകാൻ പോകുന്നതേ ഉള്ളു. പിന്നെ ഒരു മണിക്കൂർ എടുക്കും അല്ലേ? ഇനിയിപ്പോ ഒരാഴ്ച കഴിയുമ്പോ വീണ്ടും മഞ്ഞ ഞങ്ങക്ക്. കപ്പയാണോ? നാടൻ കപ്പ.
ആ അത് തന്നെ. വാഗമണ് പോയപ്പോ ഇവിടെ ഇരുന്ന ചായ കുടിച്ചത്. ആ മൊത്തം പാടമാണ്. ഇപ്പൊ നല്ല വെയിലായിരുന്നു. നേരത്തെ എന്ത് മഴയായിരുന്നു. പക്ഷെ ഇവിടെയൊന്നും മഴ പെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട്. ഇപ്പൊ വെയിലറച്ചു കൂടി നിക്കണോണ്ടേ കാണാൻ വേണ്ടി നല്ല രസമുണ്ട്. നമ്മളെ തിരിച്ച് വീണ്ടും ബണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം തണ്ണീർമുക്കം ബണ്ട്. കുഞ്ഞിനൊക്കെ അറിയാം ബണ്ട് ഏതാണെന്ന്. കുഞ്ഞിനിത് എഴുന്നേറ്റ് ബണ്ട് എത്തിയപ്പോ. ഷട്ടറാണ് എന്റെ ഷട്ടർ. ഇവിടെ ഹൗസ് ബോട്ടൊക്കെ ഉണ്ട്. ഇല്ലേ ആ കാണുന്നതല്ലേ? ആ കാണുന്ന കുഞ്ഞതല്ലേ? ഇല്ലേ കാണുന്നതാണ് പാതിരമണല്. ഹൗസ് ബോട്ട് കണ്ടു കണ്ടു. കേശു സൈഡിൽ നിന്ന് ഇങ്ങനെ നിക്കി. കേശുവിന്റെ മുഖത്തായ ഇത് ഒഴുകണ്ട. അത് എനിക്ക് വേണ്ടായിരുന്നു. എനിക്ക് അത് മതി. അത് മതി. ഇല്ല കേട്ടോ പോയി. എന്തുണ്ടെന്ന് കുഞ്ഞിനിങ്ങോട്ട് നോക്കിയാ എന്റെ ഐസ്ക്രീം തട്ടിക്കളഞ്ഞിട്ട് അവരെല്ലാരും ഐസ്ക്രീം തിന്നണ്ടിരിക്കുകയാണ്. എന്റെ ഐസ്ക്രീമിൽ അവിടെ താഴത്ത് പോയി. എന്റെ ഐസ്ക്രീം പോയി. ദൈവമേ പോയി. കേശുവിന്റെ ഐസ്ക്രീം തീർന്നാ? കേശുവിന്റെ തീർന്നാടാ? ഭയങ്കര വെയിലാണ്. കണ്ടിങ്ങനെ തുറയാണല്ലോ വെയിലടിച്ചിട്ട്. ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അടുത്ത ദിവസമാണ്. നമ്മൾ ഇന്നലെ വന്നപ്പോഴേക്കും വീഡിയോ എൻഡ് ചെയ്തില്ലായിരുന്നു. നമ്മൾ ഓൾറെഡി ഒരുപാട് ലേറ്റ് ആയിരുന്നു. അപ്പോൾ വന്ന വഴിക്ക് പിന്നെ ഫുഡൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത് ഹോട്ടലിൽ കയറി. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന അവിടെ വെച്ച് ഇവന്മാർ ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ വേണ്ടി ഭയങ്കര പാടാണ്. കുറേ താമസിക്കും. പിന്നെ ചിലപ്പോൾ അവിടെ കിടന്ന് ബഹളമൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാഴ്സൽ വാങ്ങിയിട്ട് വീട്ടിൽ വന്നാണ് കഴിച്ചത്. പിന്നെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ലേറ്റായ ഒരു 4 മണിയൊക്കെ ആയി. അപ്പോൾ ഇവന്മാർക്കും ഭയങ്കര ക്ഷീണമായി. ഉച്ച കഴിഞ്ഞിട്ടൊക്കെ കിടന്നുറങ്ങുന്നതല്ലോ. പിന്നെ ഇവന്മാരും ഉറങ്ങി. ഞങ്ങൾ ക്ഷീണം കാരണം ഞങ്ങളും കിടന്നായിരുന്നു. അപ്പോൾ വീഡിയോ ഇന്നലെ എൻഡ് ചെയ്തില്ലായിരുന്നല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമുക്ക്. ശരി എന്നാൽ.